അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. സ്നേഹമുള്ള മുഅ്മിനുകളെ, പരിശുദ്ധമായ റജബിലേക്ക് നാം പ്രവേശിച്ചിരിക്കുകയാണ്. റജബ് 1 രാത്രി അഥവാ ഈ സമയത്ത് അള്ളാഹുവിനോട് ദുആ ചെയ്താൽ അള്ളാഹു ആ ദുആഇന് ഉത്തരം അള്ളാഹു നമുക്ക് നൽകുന്നതാണ്. അതുകൊണ്ട് നാം എല്ലാവരും നമ്മുടെ വേദനകളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ സർവ്വലോക സംരക്ഷകനായ അള്ളാഹുവിൻ്റെ മുമ്പിൽ നമ്മൾ പറയുക. നമ്മളൊക്കെ പ്രിയമുള്ളവരെ ധാരാളം പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവിക്കുന്നവരാണ്. നമ്മുടെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ നമ്മുടെ കുടുംബക്കാരോടോ അയൽവാസികളോടോ ഒന്നും പറഞ്ഞതുകൊണ്ട് നമുക്കൊരു പ്രയോജനവുമില്ല. നമ്മൾ പറയേണ്ടത് ഏകനായ അള്ളാഹുവിൻ്റെ മുമ്പിലാണ്. എൻ്റെ പ്രയാസങ്ങൾ നീക്കിത്തരണേ, എൻ്റെ വിഷമങ്ങൾ മാറ്റിത്തരണേ, എൻ്റെ കടങ്ങൾ വീട്ടിത്തരണേ, എൻ്റെ മക്കൾ നന്നാക്കണേ, എൻ്റെ ഇണയെ നന്നാക്കണേ, എൻ്റെ മാതാപിതാക്കൾക്ക് പൊറുക്കണേ, ഉസ്താദുമാർക്ക് പൊറുക്കണേ, എല്ലാ മുഅ്മിനുകൾക്കും മുഅ്മിനാത്തുകൾക്കും പൊറുക്കണേ എന്ന് നമ്മൾ റബ്ബിനോട് ദുആ ചെയ്യേണ്ട ഒരു നല്ലൊരു സമയമാണ് റജബ് 1 രാവ് എന്ന് പറയുന്നത്. എപ്പോഴും ദുആ ചെയ്യണം. പക്ഷേ ഈ രാവിനിക്ക് ദുആക്ക് ഉത്തരം കിട്ടുന്ന രാത്രിയാണ് റജബ് 1 രാത്രി. മാത്രവുമല്ല, ഈ റജബ് മാസത്തിൽ നമ്മൾ അള്ളാഹുവിനോട് ദുആ ചെയ്യണം എപ്പോഴും. എന്താ ദുആ ചെയ്യേണ്ടത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചില്ലേ? എന്ത്? അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വ ശഅബാൻ വ ബല്ലിഗ്നാ റമളാൻ. അല്ലാഹുവേ, റജബിലും ശഅബാനിലും ഞങ്ങൾക്ക് നീ ബറക്കത്ത് ചെയ്യണേ, പരിശുദ്ധ റമളാനിലേക്ക് ഞങ്ങളെ നീ എത്തിക്കുകയും ചെയ്യണേ എന്നുള്ള മനോഹരമായ പ്രാർത്ഥന അത് നമ്മൾ പ്രാർത്ഥിക്കണം. നമ്മളൊക്കെ എപ്പോഴും ബറക്കത്ത് ഉണ്ടാവണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണ്. രാവിലെ മുതൽ വൈകുന്നേരം വരെ ജോലിക്ക് പോകുന്നുണ്ട്. ഭർത്താവ് വിദേശത്താണ്, മക്കൾ വിദേശത്താണ്. പക്ഷേ വീട്ടിൽ ഒരു നിലക്കുള്ള ബറക്കത്തുമില്ല, പ്രയാസമാണ്, ബുദ്ധിമുട്ടാണ്. അങ്ങനെ കഴിഞ്ഞു കൂടുന്ന ആളുകളുണ്ട്. എന്താ എനിക്കിങ്ങനെ എന്ന് ആലോചിക്കുന്നവരുണ്ട്. ഞാൻ എപ്പോഴും ജോലിക്ക് പോകുന്നുണ്ട്, പക്ഷെ വീട്ടിലെന്തില്ല, ബറക്കത്തില്ല എന്ന് പറയുന്ന ആളുകളൊക്കെ ഉണ്ട്, നമ്മൾ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് നമ്മളൊരു കാര്യം ചെയ്യണം. എപ്പോഴും റബ്ബിനോട് ദുആ ചെയ്യുക, അള്ളാഹുവിനോട് ദുആ ചെയ്യുക. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നമ്മുടെ ജീവിതത്തിൽ അള്ളാഹു ബറക്കത്ത് ചെയ്യട്ടെ, റാഹത്ത് നൽകട്ടെ, സന്തോഷം നൽകട്ടെ. മാത്രമല്ല, ഈ റജബിലും അതേപോലെ തന്നെ വരാനിരിക്കുന്ന ശഅബാനിലും ഒക്കെ ഇബാദത്തുകളെ കൊണ്ട് ധന്യമാക്കുക. ഈ റജബ് അതിനുള്ളൊരു മുന്നൊരുക്കമാണ്. ഇതിലൊരുപാട് ധാരാളം ഇബാദത്തുകളൊക്കെ ചെയ്യുക. പരിശുദ്ധമായ റജബിലും ശഅബാനിലുമൊക്കെ ഇബാദത്ത് ചെയ്ത് പുണ്യമായ റമളാൻ ഷരീഫ് അഥവാ പുണ്യങ്ങളുടെ പൂക്കാലമായ റമളാൻ ഷരീഫിൽ ഇബാദത്തുകളെ കൊണ്ടൊക്കെ ധന്യമാക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.